ഓക്കെ, നമുക്കിപ്പം മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനോട് നമുക്കൊന്ന് സംസാരിക്കാം. മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനോട്. മിനിസ്റ്റർ നേരത്തെ കെ രാജൻ മിനിസ്റ്റർ വന്നു. അപ്പോൾ മിനിസ്റ്ററോട് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് പറയാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൂരൽമല സുരക്ഷിത യോഗ്യമാണെന്ന പഠന റിപ്പോർട്ട് വന്നാൽ ഇവിടെയുള്ള കുറച്ച് മനുഷ്യരെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ട്. കഴിവതും മറ്റു മനുഷ്യർക്ക് മടങ്ങാനുള്ള മടങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്കിവിടെ ഈ സ്കൂളിൻ്റെ ഒരു ജൈവികമായൊരു ആവാസ വ്യവസ്ഥയുണ്ട്. ആ സ്കൂളിനെ ആ നാട്ടുകാർ അത്രമേൽ ഹൃദയത്തിൽ സ്നേഹിച്ചതാണ്. ഞാൻ പറയുന്നത് ഈ നാടും ഈ സ്കൂളും തമ്മിലുള്ള ബന്ധം ഒരു ശരീരവും ഹൃദയം തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ 100-300-ലധികം കുട്ടികളുണ്ട് അല്ലേ ഇനി ഇവിടെ പഠിക്കും അല്ലേ? അപ്പോൾ ആ കുട്ടികൾക്ക് ഇവിടെ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ വെള്ളാർമല GVHS സ്കൂൾ ഇവിടെ നിലനിർത്തണം എന്നൊരാഗ്രഹം ഇവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷിത യോഗ്യമാണെങ്കിൽ അത് നമുക്ക് പരിഗണിക്കാൻ കഴിയുമല്ലോ മിനിസ്റ്റർ? നമ്മൾ പൊതുവേ അവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയവരാണല്ലോ. അവിടെ ജനങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചതെന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ നന്നായിട്ട് അറിയാം. അവിടുത്തെ സ്കൂളുകൾ, അതുപോലെ അവിടെ സായാഹ്നങ്ങളിൽ സമയം ചെലവഴിക്കാൻ അവരിയ്ക്കുന്ന സ്ഥലങ്ങൾ, ചായപ്പീടികൾ, അതുപോലെ കൃഷിയിടങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. അവിടുത്തെ പുഴകൾ, എനിക്ക് തോന്നുന്നു ഈ സ്കൂളിൻ്റെ ചേർന്ന് നിൽക്കുന്ന പുഴകൾ പോലും കുട്ടികൾ അവിടെ പോയി അതുൾപ്പെടെ ആസ്വദിക്കുന്നവരാണ്. സ്കൂളിൻ്റെ പ്രത്യേകത, ഒരുപാട് പേർ അവിടുന്ന് പഠിച്ചിറങ്ങിയവരുമുണ്ട്, ഒരുപാട് പേരുണ്ട്. അവർ ആ പുഴയുൾപ്പെടെ ആ സ്കൂളിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിരുന്നു. നമ്മുടെ അറിവിൽ മറ്റ് അപകടങ്ങളൊന്നും അവിടെ കുട്ടികൾ ഈ പുഴക്കടുത്ത് പോയിട്ട് ഞാൻ അവരോട് അന്ന് ചോദിച്ചിരുന്നു, ഈ എന്തെങ്കിലും പ്രയാസങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടില്ല. അവരൊക്കെ പറയുന്നത് ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികളും പുഴക്കടുത്ത് പോവും, അവിടെ സമയം ചെലവഴിക്കും, പക്ഷേ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവിന്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് കൊണ്ടാണ് അവിടുത്തെ പഠനം നടന്നിട്ടുള്ളത്. എല്ലാ നിലയിലുമാണ് അവർ അത് ആസ്വദിച്ചിട്ടുള്ളത്. അവിടെ ഈ ദുരന്തമുണ്ടായതിന് ശേഷം അവിടെ പഠിച്ചു പോയ പല കുട്ടികളും വളരെ ദൂരത്തുള്ളവർ അവിടേക്ക് വന്നിരുന്നു. അവരുടെ ചില രക്ഷിതാക്കൾ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ കുട്ടികൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ആ സ്കൂളൊന്ന് കാണണം എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ ആ സ്കൂൾ എന്തൊക്കെ പറഞ്ഞാലും ആ പ്രദേശത്തിൻ്റെ ഒരു വൈകാരികത നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ്. നമുക്കവിടെ പുനരധിവാസം തീർച്ചയായിട്ടും എങ്ങനെ വേണമെന്നുള്ളത് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം, എല്ലാ മേഖലകളുള്ളവരുമായിട്ടും ചർച്ച നടത്തണം, അവർക്ക് സുരക്ഷിതമായ ഇടം കണ്ടെത്തണം. അപ്പോൾ അതൊക്കെ ചർച്ചയിലൂടെ എല്ലാ മേഖലകളിലും എക്സ്പേർട്സിൻ്റെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് നാം നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇവിടെ ആ സഹോദരൻ തമിഴ് ഗാനം ആലപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട ഘട്ടത്തിൽ അദ്ദേഹം വല്ലാത്തൊരു വൈകാരികമായ അവസ്ഥയിലാണ് പാടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെയുള്ള ജനങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിലാണ്. ലോകത്ത് പൊതുവെ വയനാടിനെ, ദുരന്തത്തെ ഉറ്റുനോക്കി എല്ലാവരും വല്ലാത്തൊരു വൈകാരികമായ അവസ്ഥയിൽ തന്നെയാണ്. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി മറ്റു പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുന്ന എന്നെപ്പോലെയുള്ള മന്ത്രിമാർക്കും പക്ഷേ സംസാരിക്കുമ്പോഴും വയനാടാണ് കടന്നു വരുന്നത്. വയനാടിൻ്റെ അനുഭവങ്ങളാണ് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നത്. മറ്റ് പരിപാടികൾ സ്വാഭാവികമായിട്ടും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി പങ്കെടുക്കുമ്പോഴും മനസ്സിലൊരു വല്ലാത്ത ഒരു ഉണങ്ങാത്ത മുറിവായി വയനാട് കിടക്കുകയാണ്. എവിടെ പോകുമ്പോഴും ഏത് ഘട്ടത്തിലും വയനാടിനെ കുറിച്ചാണ് ഞങ്ങൾക്കൊക്കെ ചിന്ത വരുന്നത്. അവിടുത്തെ ജനങ്ങളെക്കുറിച്ചാണ്, ദുരന്തത്തിൻ്റെ പ്രയാസം പങ്കുവെച്ചവരെ കുറിച്ചാണ്. വല്ലാത്ത പ്രയാസത്തിലാണ് നമ്മളെല്ലാവരും കടന്നുപോയത്. തീർച്ചയായിട്ടും അപ്പോൾ അതിജീവനം എങ്ങനെയൊക്കെ വേണം, ഏതൊക്കെ നിലയിൽ നമുക്ക് പുനരധിവാസം വേണം എന്നുള്ളത് നമ്മൾ കൂട്ടായി തന്നെ നിശ്ചയിക്കാം. ഓക്കെ മിനിസ്റ്റർ, ഞാനൊരു നിമിഷം, ഞാനിവിടുത്തെ നമ്മുടെ മദർ PTA ഭാരവാഹി സഹന നമുക്കൊപ്പം ഉണ്ട്. സഹന നേരത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. ഈ സ്കൂൾ, ഞാൻ പ്രേക്ഷകരോട് നേരത്തെ പറഞ്ഞതുപോലെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് 65 പേർ പഠിച്ച ഇതേ ക്ലാസ് മുറിയിൽ ജയിച്ചത് 5 പേരായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ഈ നാട്ടുകാരുടെ ഒരു നിശ്ചയദാർഢ്യവും 65 പേരെയും വിജയിപ്പിക്കുന്ന സ്കൂളായിട്ട് മാറി. റിയാസ് മിനിസ്റ്ററെ പരിചയപ്പെടുത്തുന്നത് ഇത് വിൽസൺ മാഷാണ് ഈ സ്കൂള് അതിൻ്റെ തുടക്കം
തുടക്കക്കാരൻ എന്ന് പറയുന്നത്, ഈ സ്കൂളിൽ ആദ്യമായിട്ട് വരുന്നതും ഈ സ്കൂളിനെ ഈ നിലയിലേക്ക് മാറ്റുന്നതിൽ തുടക്കക്കാരനായത് വിൽസൺ മാഷാണ്. സുദർശൻ മാഷുണ്ട്, നമ്മളിപ്പം സാമുവൽ മാഷ് അല്ലേ, സാമുവൽ മാഷുണ്ട്, പിന്നെ ഉള്ളത് മോഹൻ രാജ് മാഷുണ്ട്. അങ്ങനെ ഇവിടെ പഠിപ്പിച്ചു പോയ മാഷുമാർ കുറേ പേര് നമുക്കൊപ്പമുണ്ട്. തുടക്കക്കാരനായ വിൽസൺ മാഷാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. മാഷും ആ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. പറ്റുമെങ്കിൽ ചൂരൽമലയിൽ തന്നെ ഈ സ്കൂള് പൂർവാധികം ഭംഗിയായി നമുക്ക് നിലനിർത്താൻ പറ്റണം. ഈ നാട്ടുകാരത് ഏറ്റെടുത്തോളും. സർക്കാരിൻ്റെ ചെറിയ സാമ്പത്തിക സഹായം മതി. ഇപ്പോൾ 1 കോടിയുടെ കിഫ്ബി നമുക്ക് അനുവദിച്ചു, അതിൽ നമുക്ക് ക്ലാസ് നടത്താനേ പറ്റിയില്ലല്ലേ? അത് വലിയൊരു നഷ്ടമായില്ലേ? അത് വലിയൊരു, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. ഞങ്ങൾ ആഗ്രഹിച്ച് കിട്ടിയ ഒരു ബിൽഡിങ്ങാണത്. പക്ഷേ ഞങ്ങളെ മക്കൾക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ വലിയൊരു സങ്കടമായിട്ട് മാറി. നിങ്ങൾ ഈ നാട് എങ്ങനെയാണ് ഈ സ്കൂളിനെ ഇത്രയധികം സ്നേഹിച്ചത്? അത് പ്രത്യേകിച്ച് ഇവിടെ അധ്യാപകരുടെ ഒരു എന്താ പറയുക നേട്ടം തന്നെയാണത്. നമ്മളെ സ്കൂളിനെ അത്രത്തോളം അടുപ്പിച്ചു അധ്യാപകർ. അപ്പോൾ ഇത് കാണുന്ന മറ്റു പ്രദേശത്തെ മനുഷ്യരും ഉണ്ടാവുമല്ലോ, വീട്ടമ്മമാരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും. നിങ്ങൾ കേൾക്കണം, ഇവരെങ്ങനെയാണ് ഈ സ്കൂളിനെ തയ്യാറെടുപ്പിച്ചത് 100% വേണ്ടിയിട്ട്? നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? കൂടുതലും ഞാൻ പറഞ്ഞില്ല, അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് തന്നെയാണ്. ഇവർ പറഞ്ഞാൽ 7:30 മുതൽ ക്ലാസ് തുടങ്ങുന്നത് വേറെ ഒരു സ്കൂളിൽ എടുത്ത് പറയാനില്ല. പിന്നെ ഈ ലാസ്റ്റ് മീറ്റിങ്ങിലും കൂടി അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി രാത്രി ഇരുന്ന് ഞങ്ങൾ പഠിപ്പിക്കണം, നിങ്ങൾ കുട്ടികളെ തന്നാൽ മതി, നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചോളും, ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ എന്തുറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത്? നാടും ഒപ്പം പിന്തുണയായിട്ട് നിന്നു, ഭക്ഷണം ഒരുക്കി കൊടുക്കുക, എല്ലാത്തിനും എല്ലാ വിധത്തിലും എല്ലാ സപ്പോർട്ടും പാരൻസിൻ്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഉണ്ട്. പിന്നെ അധ്യാപകർ പറയുന്നത് എത്ര വേണമെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ കുട്ടികളെ ഞങ്ങൾ ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി എന്നാണ് ടീച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു ഒത്തൊരുമയാണ് ഈ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ 6 വർഷം തുടർച്ചയായിട്ട് നമുക്ക് 100% വിജയം നേടാനും കഴിഞ്ഞിട്ടുള്ളത്. മോൾ ഏത് ക്ലാസ്സിലായിരുന്നു? അനന്യ ഇവിടെ ഉണ്ടോ? അനന്യന്റെ ക്ലാസ്സാണിത്. ഏത് ക്ലാസ്? 4A. അനന്യയുടെയാണ്. അനന്യ മോളെ എവിടെ? അനന്യ മോളെ ഒന്ന് വിളിക്കാം. മിനിസ്റ്റർ, ഇതാണ് നമ്മുടെ സഹന നമ്മളോട് പറയുന്നത്. സഹന ഇവിടുത്തെ മദർ PTA പ്രസിഡന്റ് അല്ലേ? മദർ PTAയുടെ പ്രസിഡന്റാണ്. ഞാൻ ഞങ്ങളുടെ അനന്യ മോളെ കൂടി ഒന്ന് കാണിക്കാം. അനന്യ മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇവിടെ ഈ സ്കൂള്. അപ്പോൾ അവൾക്ക് കാണുമ്പോൾ അവൾ വല്ലാത്ത സങ്കടപ്പെട്ടിരിക്കുക. അവൾ ഇന്നാണോ ഈ സ്കൂളിൽ കാണുമ്പോൾ? ഇന്നാണോ ഈ സ്കൂളിൽ ഇവിടെ വന്ന് കാണുന്നത്? അല്ല, മിന്നാന്ന് പോയി നോക്കിയിരുന്നു. സങ്കടം വന്നു അല്ലേ? ഏത് ക്ലാസ് ആയിരുന്നു മോളുടെ? നമുക്ക് മോളുടെ ക്ലാസ് മന്ത്രി കാണുന്നുണ്ട്, ഒന്ന് കാണിച്ചാലോ? അപ്പോൾ മോളുടെ ക്ലാസ് മോള് കാണിക്കും. 4ാം ക്ലാസ് A അല്ലേ? ഓക്കെ, ഇതാണ് 4ാം ക്ലാസ് A അല്ലേ? ഈ ക്ലാസ്സിലാണ് മോൾ ഇരുന്നത്. മോൾ എവിടെ ഇരുന്നത്? അവിടെ ആയിരിക്കും അല്ലേ ക്ലാസ്സിൽ. ആ ക്ലാസ്സിൻ്റെ അവസ്ഥ ഇപ്പോഴും ഇതാണ്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ മാറി മിനിസ്റ്റർ നമ്മൾ താഴെയായിരുന്നു ക്ലാസ്, പിന്നെ ഇങ്ങോട്ട് ഒത്തിരി ദിവസത്തേക്ക് മാറ്റിയത്. ഒത്തിരി ദിവസത്തേക്ക് ഇങ്ങോട്ട് മാറ്റി. ഇല്ല, താഴെയുള്ള അത് പോയി, ആ കെട്ടിടം പോയെന്ന് തോന്നുന്നു അല്ലേ? അവിടെ എല്ലാവരും പോയി. കളിക്കാനൊക്കെ പോകുന്നത് എവിടെയായിരുന്നു മോള്? കളിക്കാൻ അധികം പോകാറില്ല. മോള് കഴിഞ്ഞ ഗ്രാമോത്സവത്തിലെ പാട്ട് മോക്കറിയായിരുന്നോ? വെള്ളരിമലയുടെ തലത്തിൽ കുട്ടികളൊക്കെ പാടുമായിരുന്നോ? ആ പാട്ട് കേട്ടിട്ടുണ്ടോ? അറിയോ? കാണാതറിയോ? ഡാൻസറാണ് തന്നെയാ അല്ലേ? ഡാൻസറാണ്. അഭിനവ് പാടുവോ? അഭിനവില്ല, ചിത്രം വരയ്ക്കും. അപ്പോൾ ഇവിടെയുള്ള മിനിസ്റ്റർ, നമ്മുടെ അനന്യയെപ്പോലെ മിടുക്കികളായ കുട്ടികൾ ഒരുപാട് പേരുള്ളതാണ്. അനന്യയുടെ ക്ലാസ് മുറിയുടെ അവസ്ഥയാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. അനന്യയ്ക്കും ഇതേപോലെ LSSന്റെ ഇതിൽ ഇവരെ ബാച്ചിൽ ടീച്ചേഴ്സിന് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിയൊക്കെ കൂടുതൽ ഈ വർഷം നേരത്തെ ഇവർക്ക് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയ ഒരു വർഷമാണ് ഈ വർഷം. പക്ഷേ അതെല്ലാം ഇപ്പം ഇല്ലാണ്ടായിരിക്കുകയാണ്. കാരണം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ടീച്ചേഴ്സിന് വളരെ ഒരു പ്രതീക്ഷയുള്ള ബാച്ചാണ് ഇവരുടെ ബാച്ച്. ഇവരുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് 4ാം ക്ലാസ്സിനാണ് ഈ LSSന്റെ എക്സാമിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ അതൊക്കെ തൽക്കാലത്തേക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ആയിരിക്കും. മിനിസ്റ്റർ, ഇവർ പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ നാടിന് ഈ സ്കൂളുമായിട്ടുമുള്ള ഒരു ഹൃദയബന്ധത്തിനും അപ്പുറം ആ നാട് വരെ ഈ സ്കൂളിനെ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സർക്കാർ നടത്തുന്നുവെങ്കിലും അത് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് നാട്ടുകാരും ഇവിടുത്തെ സമൂഹവും കൂടിയാണ്. ഇവരുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഈ സ്കൂളുമായിട്ട് ഇഴചേർന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്കൂൾ ഒരർത്ഥത്തിൽ അതിജീവനത്തിൻ്റെ ഒരു സ്കൂളായിട്ട്. ഇപ്പോൾ നമ്മൾ ഹിരോഷിമ നാഗസാക്കിയിലൊക്കെ അതിജീവനത്തിൻ്റെ ചിഹ്നങ്ങളുണ്ടല്ലോ. ഒരു സ്കൂളിനെ നമുക്ക് അതിജീവനത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് പരിഗണിക്കാൻ കഴിയുമെങ്കിൽ ഈ സ്കൂളിനെ നമുക്ക് ചൂരൽമലയിലെ ആവാസയോഗ്യമായ ഒരു ഇടത്തേക്ക് നമുക്ക് പഞ്ചായത്തിൻ്റെ സ്ഥലമുണ്ട്, പല സ്ഥലങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതൊക്കെ ഒരു പഠനത്തിലൂടെ വരാം. നമുക്കത് സജീവമായി പരിഗണിക്കാവുന്ന വിഷയമല്ലേ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്? നമ്മളത് ചർച്ചയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഞാൻ ആ കുട്ടിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. അനന്യ മോളെ നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കില്ലെങ്കിലും അത് ഡോക്ടർ അരുൺ അനന്യക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത്, ഞാൻ പഠിച്ച സ്കൂളിൽ നമസ്കാരം. ഞാൻ പഠിച്ച സ്കൂളിൽ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ അവിടെ ഒന്ന് കയറി. ഇപ്പോൾ സ്കൂളില്ലാത്ത സമയമാണ് വാച്ച്മാനോടൊന്ന് പറഞ്ഞ്, മന്ത്രിയാവുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്, വാച്ച്മാനോടൊന്ന് പറഞ്ഞ് പഠിച്ച ക്ലാസ് മുറി, ആ ക്ലാസ് മുറിയുടെ പുറത്തൊന്ന് നിന്നിങ്ങനെ നോക്കാറുണ്ട്. ക്ലാസ് മുറി ചിലപ്പോൾ വൈകുന്നേരമാണെങ്കിൽ അടച്ചിട്ടുണ്ടാവും.
പക്ഷെ എന്നാലും പുറത്തുനിന്ന് നമ്മളൊന്ന് കയറി നോക്കുമ്പോൾ വല്ലാത്തൊരു മാനസികമായ ഒരു നൊസ്റ്റോൾജിക് ഫീലിംഗ് ആണ് ഉണ്ടാവാറ്. ഞാൻ പലപ്പോഴും പഠിച്ച സ്കൂളിൻ്റെ ചുറ്റുഭാഗത്തേക്ക് പോകുമ്പോൾ ആ സ്കൂളിൽ ഇതുപോലെ പോയി നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ കാര്യം, അനന്യയുടെ കാര്യം ഞാൻ ആലോചിക്കുകയാണ്. എനിക്ക് തന്നെ പോകുമ്പോൾ ഞാൻ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് മുമ്പ് പഠിച്ച സ്ഥലമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിച്ച സ്കൂളിൽ പോകുമ്പോൾ ചില മാറ്റങ്ങൾ അവിടെ കാണുന്നുണ്ട്. കെട്ടിടത്തിലും മറ്റും ചില മാറ്റം. എന്നാൽ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ, ആ സ്കൂളിലാണ് പെട്ടെന്ന് ആ ക്ലാസ് മുറി കാണുമ്പോൾ ആകെയുള്ള മാറ്റം ആകെയുള്ളൊരു മാറ്റം. ആ ആകെയുള്ള മാറ്റം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു മാനസിക പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട്. നമുക്കൊക്കെ നമ്മൾ പഠിച്ച സ്കൂളെന്ന് പറഞ്ഞാൽ ഡോക്ടർ അരുൺ ഇപ്പോൾ പഠിച്ച സ്കൂൾ അരുണിന് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അതിൻ്റെ ചുറ്റുവട്ടത്തുകൂടി പോകുമ്പോൾ ഒന്ന് സ്കൂൾ കാണണം, പഠിച്ച ക്ലാസ് മുറി കാണണം, ഇരുന്ന ബെഞ്ച് കാണണം എന്നൊക്കെ ആഗ്രഹിക്കും. ലോകത്തെവിടെയുള്ള ഈ സ്കൂളിനെ കുറിച്ചുള്ള പൊതു കാഴ്ചപ്പാട് എല്ലാവർക്കും ഇങ്ങനെയായിരിക്കും. ഞാനാണെങ്കിൽ ഈ പഠിച്ച സ്കൂളിൻ്റെ അടുത്തൂടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് തീർച്ചയായിട്ടും കയറി നോക്കാനും പിന്നെ സ്കൂളിലെ ചില പരിപാടിക്കും പോയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു നൊസ്റ്റോൾജിക് ഫീലിംഗ് എന്നല്ല, വർത്തമാനകാലത്ത് തന്നെ അവർ പഠിച്ചൊരു വിദ്യാലയത്തിൻ്റെ തകർച്ചയാണ് അവർ കാണുന്നത്. അത് നമുക്ക് എങ്ങനെ പുനരുജ്ജീവിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് കൂട്ടായി തന്നെ ചർച്ച ചെയ്യാം. ആ സ്കൂളിനെക്കുറിച്ച് പൊതുവേ ഞാൻ കേട്ടു മനസ്സിലാക്കിയത്, നാട്ടുകാരും പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ കാഴ്ചപ്പാടിനോടൊപ്പം നിന്ന് ഇടപെട്ടു. നാട്ടുകാരാണ് നയിച്ചത് ആ സ്കൂളിനെ. അവിടുത്തെ അധ്യാപകരും നാട്ടുകാരും ആ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി വലിയ ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. പലരും അത് നേരിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ റിസൾട്ട് ഉൾപ്പെടെ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വിജയശതമാനം വർദ്ധിച്ചതും അതിൻ്റെ ഭാഗമാണ്. വിജയശതമാനം വർദ്ധിച്ചത് മാത്രമല്ല, ആ സ്കൂളിൽ നിന്നും പുറത്തിറങ്ങിയ കുട്ടികൾ, ആ കുട്ടികളൊക്കെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരിലൊക്കെ ഒരു നന്മയുടെ സന്ദേശം നൽകാൻ അവിടുത്തെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും PTA-ക്കും നാട്ടുകാർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. താങ്ക് യു മിനിസ്റ്റർ. അത് മോക്കും അല്ലേ, മോൾ ആ ക്ലാസ് കാണുമ്പോൾ നമ്മുടെ ഒരു പൊതുവായൊരു സങ്കടമുണ്ട്. പക്ഷേ ആ സ്കൂളിനെ നമുക്ക് അതേപടി പുനരുജ്ജീവിപ്പിക്കുക സാധ്യമല്ലെങ്കിലും അനന്യ മോൾക്ക് നല്ല മിടുക്കായിട്ട് പഠിക്കാനും നല്ലപോലെ ഡാൻസ് ചെയ്യുന്ന ആളാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അവസരം കൊടുത്തൊരു സ്കൂളാണ്. ഇതുപോലുള്ള മിടുക്കുകളെ ജിതിക ടീച്ചർ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ജിതിക ടീച്ചർ ഇപ്പോൾ ക്യാമ്പിലാണ് അല്ലേ. ടീച്ചർ ക്യാമ്പിലാണ്. മോള് നിങ്ങൾ ക്യാമ്പിലല്ലല്ലോ, വീട്ടിലല്ലേ? മോളെ ഡോക്ടർ അരുൺ കേൾക്കുന്നുണ്ടോ? ഡോക്ടർ അരുൺ ഞാൻ പറയുന്നത് ടീച്ചറിനെ നിങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷം വരും. ഡോക്ടർ അരുൺ കേൾക്കുന്നുണ്ട്. അല്ല, അനന്യ മോളോട് എനിക്ക് പറയാനുള്ളത്, മോൾ ഇനിയും ഡാൻസ് പഠിക്കണം, പാട്ട് പാടണം, നന്നായി പഠിക്കണം. അതിന് ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്. അതിലൊന്നും ഒരു കുറവുണ്ടാവില്ല. ഞങ്ങളെല്ലാവരും കൂടെ തന്നെയുണ്ട്. മോൾ ഇനിയും ഡാൻസ് പഠിക്കണം, പാട്ട് പാടണം, നന്നായി പഠിക്കണം. എങ്ങനെയൊക്കെ സന്തോഷിച്ച് ആ സ്കൂളിലൂടെ നടന്നു അതുപോലുള്ള സംവിധാനം മോൾക്ക് നമ്മളെല്ലാവരും കൂടി ഒരുക്കിയിരിക്കും. ഓക്കെ, താങ്ക് യു പറയണ്ടേ. പറഞ്ഞു മിനിസ്റ്ററോട് താങ്ക് യു ആണെങ്കിൽ താങ്ക് യു പറഞ്ഞു. താങ്ക് യു. നമ്മുടെ സ്കൂളിൽ തിരിച്ചു തരണം എന്ന് പറ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ തിരിച്ചു തരണം, അധ്യാപകരെയും. ആ നിലയിൽ തന്നെ നമുക്ക് എല്ലാവരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാൻ അനന്യ മോളെ. എങ്ങനെ വേണം, എവിടെ വേണം, എന്തൊക്കെ വേണം, ഇതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. മോൾ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ മോൾക്ക് ഇനിയും പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരുക്കും. ഓക്കെ, സന്തോഷമായില്ലേ? ഓക്കെ, താങ്ക് യു.